നമ്മുടെ വാക്കുകളിൽ സന്തോഷമില്ല, അൽഹംദുലില്ലാഹ് ഇല്ല, മുഖത്തൊരു പ്രകാശമില്ല. കുൻ ബശാശ, നീ എപ്പോഴും മുഖപ്രസന്നതയുള്ളവനാകണം. വലാ തകുൻ ഗളുബാന, നീ ദേഷ്യപ്പെടുന്നവനാകരുത്. എപ്പോഴും ദേഷ്യമാണ്, ഒരു പുഞ്ചിരിയില്ല, ഒരാനന്ദമില്ല, ആളുകളോട് നല്ല പെരുമാറ്റമില്ല. വത്തബസ്സുമ സദഖ, ഈ ഒരു പുഞ്ചിരിയില്ലയോ സദഖയുടെ കൂലിയുള്ള ഒന്ന്. ആളുകളെ നോക്കിയിട്ട് നീ പുഞ്ചിരിച്ചാൽ നിന്റെ മുഖം മാത്രമല്ല പ്രകാശിക്കുന്നത്, ഖൽബ് പ്രകാശമാണ്. എവിടെ എന്നറിയോ? സിറാത്ത് പാലത്തിന്റെ വിശാലതയറിയോ? 1000 കൊല്ലങ്ങളോളം യാത്ര പോയാലും ചില ആളുകൾ സിറാത്ത് പാലം വിട്ടുകിടക്കില്ല. സിറാത്ത് പാലം ഇരുട്ടാണ്, സിറാത്ത് പാലം ഇരുട്ടാണ്, സിറാത്ത് പാലത്തിൽ ലൈറ്റില്ല, സിറാത്ത് പാലം ഇരുട്ടാണ്. ആരുടെ ഖൽബിലാണ് നൂറാനിയത്താകുന്ന പ്രകാശമുള്ളത്, അവന് മാത്രമാണ് അവന്റെ സിറാത്ത് പാലം കാണുകയുള്ളൂ. ഒരാളുടെ ലൈറ്റിൽ മറ്റൊരാൾ സിറാത്ത് വിട്ടുകിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് സിറാത്ത് പാലം വിട്ടുകിടക്കണ്ടേ മുമ്മിന്? സിറാത്ത് പാലം വിട്ടുകിടന്ന് സ്വർഗത്തിലെത്തണ്ടേ മുമ്മിന്? സിറാത്ത് പാലം വിട്ടുകിടക്കണോ? ഖൽബിൽ പ്രകാശമുണ്ടാകണം. ഖൽബിൽ പ്രകാശം വന്നാൽ ഖബറിൽ പ്രകാശമാണ്, സിറാത്തിൽ പ്രകാശമാണ്. ഈ സിറാത്ത് അത്ഭുതമാണ്, ഇതെല്ലാം അത്ഭുതമാണ്, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. സിറാത്ത് പാലം എല്ലാവർക്കും ഒരുപോലെയല്ല. 1000കണക്കിന് കൊല്ലം യാത്ര പോകേണ്ടവർ, 500 കൊല്ലം പോകേണ്ടവർ, ഒരൊറ്റ ദിവസം കൊണ്ട് പോകുന്നവർ, കാലെടുത്ത വെച്ച പാടെ സ്വർഗത്തിലെത്തുന്നവർ. ആരാണ് സിറാത്തിൽ വേഗതയിൽ കടക്കുന്നവരെന്നറിയോ? ഖൽബ് മുഴുവനും പ്രകാശമുള്ളവരാണ്. ആ ഖൽബ് പ്രകാശമുള്ളവരാരാണ്? മുഖത്ത് പ്രകാശമുള്ളവരാണ്. കുൻ ബശാശ, മുഖപ്രസന്നതയുണ്ടാകണം. ആളുകളെ കാണുമ്പോ ചിരിക്കണം, ആളുകളോട് പുഞ്ചിരി തൂകണം, ആളുകളോട് സൗമ്യത്തിൽ പെരുമാറണം. അല്ലേ? നമ്മൾ ചിരിക്കണമെങ്കിൽ സെൽഫി എടുക്കണം, അല്ലേ? സെൽഫി നമ്മളെ കാണുമ്പോ ഒരു ചിരി, കണ്ണാടി നോക്കിയിട്ടുണ്ടൊരു ചിരി. ഇപ്പൊ ഞാൻ കുഴപ്പമില്ല എന്നല്ലേ, ഇപ്പൊ കുഴപ്പമില്ല. 4 കൊല്ലത്തെ മുന്നത്തെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ നോക്കുമ്പോ ബോറ് അന്ന് അല്ല, ഇപ്പത്തെ ഫോട്ടോ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇത്രയും മോശം, ഇങ്ങനെല്ലാം ആക്കണ്ടായിരുന്നല്ലേ. നിങ്ങൾ പഴയ കാലത്തെ ഫോട്ടോയിൽ എടുത്തു നോക്കുമ്പോ ഞമ്മക്ക് തന്നെ ഒരു ബേജാറ്, പിന്നെ സ്പീഡാക്കിയിട്ട് മീത്തൊക്കെ പോവൽ അല്ലേ? അങ്ങനെയാണ്. അതല്ല, ചിരിക്കണം. മനസ്സിന്റെ വിശാലത പുഞ്ചിരിയിലാണ്. ധാരാളം പുഞ്ചിരി ആദത്താക്കുന്നവരാകണം. ഖദ്ർ അലൈഹിസ്സലാം പറഞ്ഞതാണ്, വകുൻ ബശാശ, നല്ല മുഖപ്രസന്നതയോടെ ആളുകളോട് പെരുമാറുമ്പോ, ഈ മുഖപ്രസന്നതയോടെ പെരുമാറിയ നിന്റെ മയ്യത്ത് കണ്ടവർ പറയും, മുഖത്തിനെന്തൊരു പരിശുദ്ധതയാണ്, എന്തൊരു വെളിച്ചമാണ്, എന്തൊരു തെളിച്ചമാണെന്ന് പറയും. ആളുകളോട് അങ്ങനെ പെരുമാറണം. വലാ തകുൻ ഗളുബാന, ദേഷ്യം പിടിക്കുന്നവരാകരുത്, ആരോടും ദേഷ്യപ്പെടരുത്. ഹബീബ് തങ്ങളും പറഞ്ഞു, ലാ തഗ്ളബ്, മക്കളോട് ദേഷ്യം പിടിക്കരുത്, ഭാര്യയോട് ദേഷ്യം പിടിക്കരുത്, ജമാഅത്തിൽ ദേഷ്യം പിടിക്കരുത്, പള്ളിയിൽ ദേഷ്യം പിടിക്കരുത്, മീറ്റിംഗിൽ ദേഷ്യം പിടിക്കരുത്. അൽ ഗളബു മിനശ് ശൈത്താനിർ റജീം, ദേഷ്യം ശൈത്താനിൽ നിന്നാണ്. ആരാണോ കൂടുതൽ ദേഷ്യപ്പെടുന്നവർ അവർ ശൈത്താനിന്റെ കൂട്ടുകാരാണ്, അല്ലേ? ശൈത്താനിന്റെ സ്വഭാവമാണ് ധാരാളം ദേഷ്യപ്പെടുക. അത് ഭാര്യയോടാവട്ടെ, മക്കളോടാവട്ടെ, കുടുംബത്തിലാവട്ടെ, അയൽവാസികളോടാവട്ടെ, പള്ളിയിലാവട്ടെ, മീറ്റിംഗിലാവട്ടെ, ആരോടും ദേഷ്യപ്പെടരുത്. ആരോടും ദേഷ്യപ്പെടൽ നല്ല സംസ്കാരമല്ല. ദേഷ്യം ഒഴിവാക്കുന്നവർ അവർ രക്ഷപ്പെടുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാഹ്. നമ്മുടെ മുൻ പ്രസിഡന്റ് അനീഫ് അല്ലേ, അതുപോലെ ഇവിടുത്തെ ഗസ്റ്റായ ഹാഫിദ് കൂർണടക്ക, അവരൊക്കെ എത്തിയിട്ട് അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ.
നമ്മൾ ദേഷ്യം പിടിക്കരുത് ആരോടും. അവ്വലുൽ ഖളബി ജുനൂൻ, ദേഷ്യം വരുമ്പോ ആളുകൾ ഭ്രാന്തന്മാരാണ്. ചില ആളെല്ലാം പറയലുണ്ട്, ദാ എനിക്ക് ചൊടി വന്നെങ്കിൽ എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, നീ അങ്ങനെ പറയുന്നവരല്ല നല്ലവർ. ദേഷ്യം വരുമ്പോൾ കാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്, ദേഷ്യം വരുമ്പോ കടിച്ചിറക്കുന്നവർ, ആരോട് ദേഷ്യപ്പെടാൻ പറ്റും അവരോട് ദേഷ്യപ്പെടാതിരിക്കുന്നവർ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ദേഷ്യം വരാം, പക്ഷേ സഹനത്തോടെ കടിച്ചിറക്കുന്നവർ, ഭാര്യയോട് ദേഷ്യപ്പെടുന്നവർ നല്ലവരാണെന്നോ? അവർ വലിയ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ആരോടും കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യയോട്. മുന്നല്ല അങ്ങനെ ഉണ്ടായി, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ആരോടും കഴിഞ്ഞില്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിനോട്, മുക്രിക്കാട്, ഖത്തീബിനോട്, കമ്മിറ്റിയോട്, അല്ലേ? ആരും ചോദിക്കാനില്ലാത്തതല്ലേ ഉള്ളു. എല്ലാവർക്കും പറയാൻ പറഞ്ഞു പോകരുത്, സൂക്ഷിക്കണേ മുഅ്മിനേ. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഒരാളെ പച്ചക്ക് കൊല്ലുന്നതിനേക്കാളോ റബ്ബിന്റെ വക്കൽ വലിയ കുറ്റമുള്ളതാണ് ഫിത്ന. ആരെയും ഫിത്ന പറയരുത്, ആരെയും ഗീബത്ത് പറയരുത്, ആരെയും നമീമത്ത് പറയരുത്, ഒരാളെയും നമ്മൾ ഫിത്നയാക്കരുത്. പ്രത്യേകിച്ച് ആലിമീങ്ങളെ, ഉസ്താദന്മാരെ, മുതഅല്ലിമീങ്ങളെ. ലാ തഗ്തബന്ന അഹദൻ ഫളലൻ അനിൽ ഉലമാ, ഫിത്ന നടത്തിയിട്ട് ഗീബത്ത് പറഞ്ഞിട്ട് ഫസാദ് പറഞ്ഞിട്ട് നീ എവിടെ പോകാനാണ്? അവരുടെ രക്തത്തിൽ ഇറച്ചിയിൽ നഞ്ചുണ്ട്, കേടാണ്, കേടാണ്. അവരുടെ ശാപോ മക്കൾ പാരമ്പര്യത്തിലൂടെ ഭവിക്കുന്നതാണ്. ചില ആള് പറയലുണ്ട്, ഞങ്ങളൊന്നും ചെറുതല്ല, എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പാപ്പ, ഞങ്ങൾ പണ്ടേ അങ്ങനെയാണല്ല. ഉപ്പാപ്പ മോശമായതിൻ്റെ കാരണമാണ് നിങ്ങളിങ്ങനെ മോശമായത്. അതുകൊണ്ട് പള്ളിയിൽ ഫിത്ന വേണ്ട, ജമാഅത്തിൽ ഫിത്ന വേണ്ട, കുടുംബത്തിൽ ഫിത്ന വേണ്ട, അയൽവാസികൾ ഫിത്ന വേണ്ട. ഫിത്നക്കാരെല്ലാവരും മഹ്ശറയിൽ രണ്ട് കൈകളും വായിലേക്കിട്ട് കടിച്ച് അട്ടഹസിച്ച് കരയുന്നവരാണ് ഫിത്നക്കാർ. ഫിത്ന വല്ലാത്ത ശൈത്താനിന് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്കാരം മുടക്കലല്ല, നോമ്പ് മുടക്കലല്ല, സദഖ മുടക്കലല്ല. ശൈത്താൻ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫിത്നയാണ്. ഫിത്നയാക്കിയ ആളെ ശൈത്താൻ കെട്ടിപ്പിടിച്ചിട്ട് പറയും, യാ ബുനയ്യ, ഓ എൻ്റെ പൊന്നുമോനെ, അന്തബ്നി, നീയാണ് എൻ്റെ മോന്, നീയാണ് എൻ്റെ ഒറിജിനൽ മോന്. എന്തെന്നറിയോ? ഫിത്നയാക്കാൻ അതെല്ലാവർക്കും കഴിയുന്നതല്ല. ഫിത്നക്കാർ, ദേഷ്യപ്പെടുന്നവർ ശൈത്താനിന്റെ കൂട്ടുകാരാണ്. മലക്കുകൾക്ക് ഫിത്നയില്ല, മലക്കുകൾക്ക് ദേഷ്യമില്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവവും അല്ല. അതുകൊണ്ട് നല്ല ജാഗ്രതയോടെ സ്വഭാവ മഹിമയുള്ളവരാകണം. നമ്മൾ പറയും, ഉസ്താദെ ഞാൻ വലിയ കിബിർ പറയുന്നല്ല, എനിക്കായില്ല എന്ന് പറഞ്ഞെങ്കിൽ ആയേ ഇല്ല, എനിക്കായില്ല എന്ന് പറഞ്ഞെങ്കിൽ ആയേ ഇല്ല, അങ്ങനെ പറയും. നല്ല വാക്കല്ല. ഞാൻ ദേഷ്യം വിളിച്ച ആള് ശരിയല്ല, നല്ല വാക്കല്ല. പിന്നെ ഭാര്യയോട് ദേഷ്യം പിടിക്കൽ നല്ലതല്ല, മക്കളോട് ദേഷ്യം പിടിക്കൽ നല്ലതല്ല, ജോലിക്കാരോട് ദേഷ്യം പിടിക്കൽ നല്ലതല്ല. ആരും ദേഷ്യം ആരിൽ നിന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ പിണങ്ങിയാൽ സ്ത്രീകൾ ആദ്യം പോയി സംസാരിക്കണമെന്നാണ്. അങ്ങനെയാണ്. പെണ്ണുങ്ങൾ ചെറുതായത് കൊണ്ടല്ല, അവസ്ഥകളെല്ലാം മനസ്സിലാക്കി പെരുമാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വേണം. ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം ഓരോന്നായി ഓരോ ദിവസങ്ങളിലും സുന്നത്തുകളും ഫർളുകളും സ്വഭാവ മഹിമകളും ഇബാദത്തിനെ കവച്ചു വെക്കുന്നതാണ് സൽസ്വഭാവം. സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എമ്പാടും കടന്നു വന്നാൽ
അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ്. സ്വഭാവത്തിലാണ് നല്ലവർ അല്ലേ? സ്വഭാവം അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ പള്ളിയിൽ ഒച്ചപ്പാടിനുണ്ടാവൂല. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ നാട്ടിലെ കുഴപ്പത്തിലുണ്ടാവൂല. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ കുടുംബത്തിൽ പിണങ്ങി നിൽക്കുകയില്ല. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ കച്ചവടത്തിൽ പാരയും പറ്റിക്കുന്നവരല്ല. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരില്ലയോ? റബ്ബ് ഇഷ്ടപ്പെടുന്നവരില്ലയോ?